ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ 4 പപ്പീസിൻ്റെയും ഹസ്കി പപ്പീസിൻ്റെയും KC പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സാണ്, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ KC പേപ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള KC പേപ്പേഴ്സൊക്കെ ഇപ്പോൾ പപ്പീസിനെ കൊടുത്ത ഓണേഴ്സിന് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ അയക്കുന്നവർക്ക് ഇപ്പം ഒരാൾ ബൈ ഹാൻഡ് കൊണ്ടുപോയത് കോട്ടയത്തുള്ള അവർ, ഇനിയിപ്പം കൊടുക്കേണ്ട കണ്ണൂരിൽ 3 പപ്പീസ് ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പേർക്ക് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നുണ്ട്, ഒരാൾക്ക് പിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കാണിക്കാം. ഫസ്റ്റ് KC പേപ്പർ എങ്ങനെയാണ് കണ്ടോളൂ. എന്താ ഈ കാണുന്നതാണ് KC പേപ്പർ, കനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ്. ഇതാണ് നമുക്കിത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പപ്പീസ് ജനിച്ചിട്ട് ശരിക്കും ഒരു 68 ദിവസം കൊണ്ട് നമുക്ക് ഈ പേപ്പർ കൈ കിട്ടിയിട്ടുണ്ട്. പപ്പി ജനിച്ചിട്ട് ഒരു 10 ദിവസം, ആ ഒരു റേഞ്ച് ടൈം 10-15 ദിവസം മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ഇപ്പോൾ കറക്റ്റ് 2 മാസം കൊണ്ട് നമുക്ക് പേപ്പർ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഈ പപ്പിയുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പപ്പിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, പിന്നെ അതുപോലെ KC രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, കൂടാതെ പപ്പിയുടെ ഏതാണ് സെക്സ് എന്നുള്ള കാര്യങ്ങളുണ്ടാവും, പിന്നെ പപ്പിയുടെ കളർ ഉണ്ടാവും, പിന്നെ ഏതാണ് ഈ ബ്രീഡ് കാര്യങ്ങളൊക്കെ, പിന്നെ മൈക്രോ ചിപ്പ് നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ പപ്പിയുടെ ഫാദർ ഏത്, മദർ ഏത്, ഗ്രാൻഡ് ഫാദർ ഏത്, ഗ്രാൻഡ് മദർ ഏത്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഏത്, അതൊക്കെ എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ബ്രീഡർ ആരാന്നുള്ള പേര്, ഇവിടെ എൻ്റെ പേരാണുള്ളത്, ബ്രീഡർ ഓണറും ഇപ്പം എൻ്റെ പേര് തന്നെ ആണുള്ളത്. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓണറിനെ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ കൊടുത്തിരിക്കുന്ന പപ്പി കൊടുത്തിരിക്കുന്ന അവരുടെ പേരിലേക്ക് മാറ്റണം. അതിനുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. അപ്പോൾ അത് മാറി വരുന്നത് നമ്മൾ ഈ KC പേപ്പർ ട്രാൻസ്ഫർ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് ഇതിൻ്റെ പുറകിൽ അടിച്ചു വരും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യമുള്ളത്. ഇപ്പം അടുത്ത KC ഈ മൈക്രോ ചിപ്പ് എന്താണെന്ന് കാണിച്ചില്ല. ഇതാണ് മൈക്രോ ചിപ്പ്. ഇത് സിറിഞ്ചാണ്. ഇതിനകത്ത് റെഡ് കളറിലെ സംഭവം ലോക്കാണ് ഇതിൻ്റെ. ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കളയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പ്രസ്സായി കഴിഞ്ഞാൽ ഇത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സെക്യൂർ ആയിട്ടാണ് ഇവർക്ക് അയക്കുന്നത്. ഈ ഒരു ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ അയക്കാൻ പ്ലാൻ ഇടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ലോക്ക് പോകാൻ പാടില്ല. അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ തെറിച്ച് പോവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് മൈക്രോ ചിപ്പ് നമ്പർ ഇതിൻ്റെ പുറത്തൊക്കെ ഈ ഫ്ലിപ്പിൽ എഴുതിയിട്ടുണ്ട്, മൈക്രോ ചിപ്പ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇത് ഇഞ്ചെക്റ്റ് ചെയ്യണം. ഡോക്ടറിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു KC ജഡ്ജിനെ കൊണ്ടൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ അത് ചിപ്പ് റീഡർ വെച്ച് റീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. പിന്നെ നമ്മൾ ഡോഗ് ഷോയ്ക്കൊക്കെ കൊണ്ടുവന്നതിന് മുമ്പ് ഇത് ഇഞ്ചെക്റ്റ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഡോഗ് ഷോയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഡോഗിൻ്റെ അവർ റീഡർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യും. ഈ ചിപ്പ് റീഡർ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഇതാണ് മൈക്രോ ചിപ്പ്. പിന്നെ ഒരു കെന്നൽ ഗസറ്റ് കിട്ടും, അതിൻ്റെ ഫോം കിട്ടും. ഇന്ത്യൻ കെന്നൽ ഗസറ്റ് എടുത്ത് അവർക്ക് മാത്രമേ ഡോഗിന് KC സർട്ടിഫിക്കറ്റ് അവരുടെ പേരിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പേരിൽ കെന്നൽ ഗസറ്റ് ഉണ്ട്. ഇനിയിപ്പം ഈ ഓണേഴ്സിന് എല്ലാവർക്കും ഒരു കെന്നൽ ഗസറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് 1200 രൂപ ഒരു വർഷം സബ്സ്ക്രിപ്ഷൻ ഫീസാണ്. അപ്പോൾ ഇതിനുള്ള അപേക്ഷ ഫോമിൻ്റെ കൂടുതൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് 1200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും, പിന്നെ ട്രാൻസ്ഫർ ഫോം, ഈ കാണുന്ന ട്രാൻസ്ഫർ ഫോമാണ്. ഈ ട്രാൻസ്ഫർ ഫോം ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പം പുതിയ ഓണറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഒപ്പിട്ടിട്ട് അയച്ചു കൊടുക്കണം കനൽ ക്ലബ്ബിലേക്ക്, ചെന്നൈ കനൽ ക്ലബ്ബിലേക്ക്. ഇതിന് 500 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്. 12 മാസം വരെ പ്രായമുള്ള പപ്പീസിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ സംഭവം കനൽ ക്ലബ്ബിലേക്ക് അയച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 3 കാര്യങ്ങൾ, അതായത് ഈ KC പേപ്പറും പിന്നെ ഈ കെന്നൽ ഗസറ്റയുടെ ഫോമും, പിന്നെ ഈ എന്താ പറയുക ട്രാൻസ്ഫർ ഫോമും കൂടെ ഫില്ല് ചെയ്തിട്ട് 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് 590 വേണം. കാരണം 90 രൂപയുടെ മറ്റേ എന്താ പറയുക പോസ്റ്റൽ ചാർജും ഉണ്ട്. അപ്പോൾ 590 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പ്ലസ് 1200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മറ്റേ എന്തിനു വേണ്ടിയിട്ട് കെന്നൽ ഗസറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റും കൂടെ കൊടുത്തിട്ട് അയച്ചു കൊടുക്കണം. നമ്മൾ ചെന്നൈ കെന്നൽ ക്ലബ്ബിലേക്ക് അയച്ചു കൊടുക്കണം.
എന്നിട്ട് അവിടെ അയച്ചു കൊടുത്തെല്ലാം ഓക്കെ ആണെങ്കിൽ അവർ 1 മാസം കൊണ്ട് ഇത് പ്രോസസ്സ് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തെ ടൈമാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മിക്കവാറും 1 മാസത്തെ ടൈം കൊണ്ട് എല്ലാവർക്കും ഇത് അവരുടെ പേരിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും അവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇതിനകത്ത് അവരുടെ അഡ്രസ്സ്, പിന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ടിട്ട് ഡേറ്റ് ഇട്ട് ഈ പറഞ്ഞ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് ആ കെന്നൽ ക്ലബ്ബ് ഇതിൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ ഫോമിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, കെന്നൽ ക്ലബ്ബിൻ്റെ ഫുൾ അഡ്രസ്സ് ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. പിന്നെ കെന്നൽ ക്ലബ്ബിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. പ്രോസസ്സ് ഒരു 10-15 ദിവസം കഴിഞ്ഞ് വിളിച്ച് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ എന്ത് ആയി എങ്ങനെയായി എന്നുള്ള കാര്യമൊക്കെ. ഇത് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ചിപ്പ് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഡോഗിൻ്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യണം. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് 2029 ജൂൺ വരെ ഉണ്ട്. അപ്പം അതുവരെയൊക്കെ നമുക്ക് അതിനുള്ളിൽ ഇത് ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ ഡാമേജ് ആകാതെ ഇതിനെ കറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ഇതിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഓണേഴ്സിനെ അയച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ശരിക്കും ഈ ഒരു വീഡിയോ കാണുക, ഇൻഫോർമേറ്റീവാണ്. ഡോഗിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് KCI ഡോഗ്സ്, കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോഗ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള കാര്യം മനസ്സിലാക്കാനുള്ള കാര്യമാണിത്. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നല്ല. അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രാൻസ്ഫറായി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഡോഗ് പ്രേമികളോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് KCI ഡോഗ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. കാരണം മറ്റുള്ളവർക്കും ഈ ഒരു സംഭവം എങ്ങനെയാണ് കെന്നൽ ക്ലബ്ബിൽ എങ്ങനെ ഡോഗ് KCI ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഉപകരിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു, ബൈ ബൈ.